Close your eyes, and he never went away. Number 900. ഒരിക്കൽ എനിക്ക് മുന്നിൽ ഒരു ചോദ്യം വന്നു. നീ ഫുട്ബോൾ ലോകത്ത് ദൈവങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ഈ ഫുട്ബോൾ ലോകത്ത് ദൈവങ്ങളെ ഒന്നും കണ്ടിട്ടില്ല, മറിച്ച് ഒരു ചെകുത്താനെ കണ്ടിട്ടുണ്ട്. ദൈവചരിത്രങ്ങളെ പോലും തിരുത്തി കുറിക്കുവാൻ പിറവിയെടുത്ത ഒരു ചെകുത്താൻ. അങ്ങ് മദീനയിൽ വിശപ്പകറ്റുവാൻ തെരുവ് തൂക്കേണ്ടി വന്ന ആ പയ്യനിൽ നിന്നും ഇന്ന് ലോകമടക്കി ഭരിക്കാൻ ശേഷിയുള്ളവനായി മാറിയ ആ ഐതിഹാസികതയുടെ കഥ ഞാൻ പറയുവാൻ ആരംഭിച്ചു. അതൊരിക്കലും യശിൻ്റെ KGF മൂവി ആയിരുന്നില്ല, മറിച്ച് തൻ്റെ കുടുംബത്തിനും അമ്മയ്ക്കും വേണ്ടി കാൽപന്ത് കൊണ്ട് പ്രപഞ്ചം കീഴടക്കിയ യഥാർത്ഥ പോരാളിയുടെ ചരിത്രമായിരുന്നു. നിലയ്ക്കാൻ കാത്തിരുന്ന ഹൃദയത്തോടും തനിക്കെതിരെ ഉയർന്നു വന്ന പരിഹാസനങ്ങളോടും വിമർശനങ്ങളോടും കഠിനാധ്വാനം ഒന്നുകൊണ്ട് മറുപടി നൽകിയ ആ മഹാമേരുവിൻ്റെ കഥ ഞാൻ വിവരിക്കുവാൻ തുടങ്ങി. എതിരാളികളുടെ ഉറക്കം കളഞ്ഞ രാത്രികളും വെല്ലുവിളിച്ചവരുടെ ഹൃദയമിടിപ്പ് കൂട്ടിയ അവസാന മിനിറ്റുകളും വൺമെൻ ഷോകൾ കണ്ട് അമ്പരന്ന് ത്രില്ലടിച്ചു പോയ മൈതാനങ്ങളും പ്രതികാരം കൊണ്ട് കലങ്ങിമറഞ്ഞ യൂറോപ്പിലെ ആകാശമേഘങ്ങളും എനിക്ക് ചുറ്റും അപ്പോഴേക്കും വലയം വെച്ച് കഴിഞ്ഞിരുന്നു. സ്പോർട്ടിംഗ് മാഞ്ചസ്റ്ററും മാൻഡ്രിഡും യുവന്റസും ഒടുക്കം അൽ നാസറും തുടങ്ങി അയാൾ കാൽ വെച്ച ഏതു മണ്ണും വിണ്ണും തനിക്ക് സമമാണെന്ന് തെളിയിച്ച ഓരോ മൈതാനങ്ങളും സാക്ഷി പറയുവാൻ സാധിക്കും. വയസ്സിനെ ഒരു മക്കമാണെന്ന് വിളിച്ചു പറയാതെ 40-ാം വയസ്സിലും കാൽപന്ത് മൈതാനങ്ങളുടെ അധിപനായി തുടരുന്നു എന്നതിന് ഈ പ്രപഞ്ചവും സമ്മതമായി. തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുചോദ്യം വന്നു, അയാളപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എന്ന്. ഇല്ല, ഒരിക്കലും അയാൾ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നില്ല, അനുഗ്രഹീതനായിരുന്നില്ല. മറിച്ച് അയാളോളം ഈ ഫുട്ബോൾ ലോകത്ത് ക്രൂശിക്കപ്പെട്ടവനായി മറ്റാരും ഉണ്ടായിരുന്നില്ല. സ്വന്തം രാജ്യവും തുറന്ന മണ്ണും കളിച്ചു വളർന്ന ക്ലബ്ബും ചിറകിൽ ചുമന്ന രാജ്യവും അയാളുടെ ഹൃദയത്തിൽ ആണിയടിച്ചെത്തിച്ചു. പക്ഷേ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് അയാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരുന്നു. 3 നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ അയാൾ ഒരിക്കലും മിശിഹയായിരുന്നില്ല. ആ മിശിഹയുടെ തീരുമാനങ്ങളെപ്പോലും ചോദ്യം ചെയ്യുവാൻ പിറവിയെടുത്ത യഥാർത്ഥ ചെറുത്താൻ. ഈ ലോകത്തിലെ മനുഷ്യ മനസ്സുകളുടെ പൾസിനെ പോലും നിയന്ത്രിക്കുവാൻ ശേഷിയുള്ളവനായിരുന്നു അയാളെന്ന് കാലം തെളിയിച്ചു. ദൈവവചനങ്ങളെക്കാൾ വലുത് തൻ്റെ പ്രചോദനങ്ങളായിരുന്നുവെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അയാളുടെ വാക്കുകൾക്ക് അത്രമേൽ മൂർച്ചയുണ്ടായിരുന്നു. വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും മുന്നിൽ നരവീണ് തുടങ്ങിയ നാളുകളിൽ പോലും അയാൾ ചരിത്രങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും നേടാനാവാത്ത നേട്ടങ്ങൾ അയാൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും തൊടാനാകാത്ത ആ മാന്ത്രിക സംഖ്യയിലേക്ക് അയാൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുവർണലിപികളാൽ അത് കുറിക്കപ്പെട്ടു. നിങ്ങൾ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അയാൾ ചരിത്രങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും, ചരിത്രങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കും. ഫുട്ബോളിൽ 900 ഗോളുകൾ പൂർത്തീകരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരു കാൽപന്ത് കളിക്കാരൻ, ഒരേ ഒരു അമാനുഷൻ. ഐ ഡോണ്ട് ഫോളോ ദ റെക്കോർഡ്, ദ റെക്കോർഡ്സ് ഫോളോ മീ. നരാജനകൾ ബാധിച്ചു എന്ന് വിമർശകർ കളിയാക്കി പാടുമ്പോഴും പെനോൾട്ടിയിൽ നിന്ന് ഉത്തരവെത്തുമ്പോഴും അയാൾ ഈ ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചരിത്രം എന്നെയാണ് പിന്തുടരുന്നത്. ഇനി എനിക്ക് മുന്നിൽ വന്ന ആ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകാം. ഒരിക്കൽ കൂടി ആ മഹാമേരുവിന്റെ കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം. ദ സ്റ്റോറി ഓഫ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ dos Santos Aveiro. A storybook all by himself. CR7.